ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഷമിൻസ് സയൻസ് ക്ലാസ്. എൻ്റെ പേര് ഷമിൻ എന്നാണ്. ഞാൻ കണ്ണൂർ VJC കോളേജിലെ പ്രൊഫസറാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതുപോലെ തന്നെ അൺഅക്കാഡമി എഡ്യൂക്കേഷണൽ ആപ്പിലെ ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന് ജോയിൻ ചെയ്യാം. ഇനി ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടെലിഗ്രാം ആപ്പിൽ കയറി സയൻസ് ട്യൂഷൻ എന്ന് ജസ്റ്റ് റൈറ്റ് സൈഡ് ടോപ്പിൽ സെർച്ച് ചെയ്യുക. ഗ്രൂപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഡൗട്ടുകൾ നിങ്ങൾക്ക് വാട്സാപ്പിലും ചോദിക്കാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നു, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് സെൻട്രിപിറ്റൽ ആൻഡ് എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കുന്നത്. ഒട്ടുമിക്ക മത്സര പരീക്ഷകൾ, അതായത് കേരള PSC പോലത്തെ ആയാലും ശരി, നീറ്റ് പോലത്തെ എക്സാംസ് ആയാലും ശരി, ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിൽ നിന്നും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ നിന്നും വരുന്നത്. ഓക്കെ, ഇതിലേതോ ഒരു ഫോഴ്സ് ഇമാജിനറി ഫോഴ്സാണ്, അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഫിക്ഷിയസ് ഫോഴ്സാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കോൺസെപ്ച്വലി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങളിൽ നോക്കി പഠിച്ചാൽ നിങ്ങൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, അല്ലേ? സെൻറ്ററിൽ നിന്ന് എവേ ആയിട്ട് പോകുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇങ്ങനെയാണ് പഠിക്കുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരു ഫോഴ്സ് മാത്രമേ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ടുള്ളൂ. അത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനെ ന്യൂട്ടൺസ് തേർഡ് ലോ, എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അനുസരിച്ച് ന്യൂട്ടൺസ് തേർഡ് ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടി സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫോഴ്സ് മാത്രമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും അല്ലേ? നമുക്ക് എന്താണ് കോൺസെപ്റ്റ് എന്ന് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഉദാഹരണം സഹിതം നോക്കാം. അപ്പോൾ അധിക മെറ്റീരിയൽസിലും എന്താ നിങ്ങൾ കാണാന്ന് വെച്ചാൽ ഒരാൾ കയ്യിലൊരു ചരട് കെട്ടി കല്ലെടുത്ത് വട്ടത്തിൽ കറക്കുന്ന പോലെയുള്ള എക്സാമ്പിൾ വെച്ചാണ് ഈ എക്സ്പ്ലനേഷൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഒരു അതേപോലെ തന്നെയുള്ളൊരു സമാനമായിട്ടുള്ളൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും സർക്കുലർ പാത്ത് വേണം, അല്ലേ? ഒരു സർക്കുലർ പാത്തിൽ ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യണം. ആ സർക്കുലർ പാത്തിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ടെങ്കിൽ ചന്ദ്രനെ ഭൂമിയിലേക്ക് വലിക്കുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? അതൊരു സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. മനസ്സിലായില്ലേ? ഒരു ചരടിൻ്റെ അറ്റത്തായിട്ട് ഒരു കല്ല് കെട്ടി നമ്മൾ ഈ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ ആ കല്ലിൻ്റെ സർക്കുലാർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വൃത്താകൃതിയിലുള്ള പാത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? അത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ഇവിടെ വരുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷനാണ്, ആ ചരടിൻ്റെ ടെൻഷനാണ്. മനസ്സിലായില്ലേ? അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വസ്തുവല്ല. ഗ്രാവിറ്റി അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ അതേപോലത്തെ ഒരു വസ്തുവല്ല. അതൊരു ഫോഴ്സോ അല്ലെങ്കിൽ കുറേ ഫോഴ്സുകളുടെ കോമ്പിനേഷനോ ആണ്. ഇപ്പോൾ ചന്ദ്രനും ഭൂമിയും വെച്ച് നോക്കുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആസ് യൂഷ്വൽ സാധാരണ കാണുന്ന എക്സാമ്പിൾസിലെ പോലെ നമ്മളിവിടെ ഒരു കാറ് വെക്കുകയാണ്. നമ്മുടെ കാറ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു വലിയൊരു വൃത്താകൃതിയിലുള്ള ഒരു സർക്കുലർ പാത്തിലൂടെ നമ്മുടെ കാറ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കാറ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാർ ആ റോഡിലേക്കൂടി ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ഒബ്സർവറായിട്ട് നിൽക്കുകയാണ്. സോ യു ആർ ആൻ ഒബ്സർവർ ഹിയർ. ഇവിടെ നിങ്ങൾ ഒബ്സർവറാണ്. ഇവിടെ നമ്മുടെ ആരുണ്ട്? നമ്മുടെ കാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ കാറ് വട്ടത്തിൽ അങ്ങനെ പോവാണ്. അവിടെ ഒബ്സർവറായിട്ട് നിങ്ങൾ ആ വട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നിങ്ങളും ഗ്രൗണ്ടുമാണ് ഇവിടെ എന്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വച്ച് കാറിനെ നോക്കുമ്പോൾ കാറ് വട്ടത്തിൽ പോവാണ് ചെയ്യുന്നത്, അല്ലേ? കാറിലുള്ള ഒരുത്തൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ റെസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതിൽ ഏത് ലൊക്കേഷൻ വെച്ചിട്ടാണ് മോഷൻ വ്യതിയാനം വരും. ഇപ്പം ഒബ്സർവർക്ക് കാറ് വട്ടത്തിൽ മൂവ് ചെയ്യുന്നതായി തോന്നുന്നു, കാറിലുള്ള ആൾക്ക് ഒബ്സർവർ റെസ്റ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്നതനുസരിച്ച് ടൈപ്പ് ഓഫ് മോഷനും മാറും, അല്ലേ? അപ്പം നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുക കാറെടുത്തിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവർ ഈ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുകയാണ് ചെയ്യുന്നത്, അല്ലേ?
എങ്ങനെയായിരിക്കും ഇയാൾ ഈ സർക്കുലർ പാത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് അറിയോ? ഇയാൾ വണ്ടി വട്ടത്തിൽ ഓടിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ഇടയ്ക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ സർക്കുലർ പാത്തിൽ പ്രോപ്പറായിട്ട് പോകാൻ പറ്റുന്നത്. അതായത് അവിടെ ആക്ട് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇവിടെ ഗ്രാവിറ്റി അല്ല. ചന്ദ്രനും ഭൂമിയും പറഞ്ഞ പോലെ ഇവിടെ ഗ്രാവിറ്റി അല്ല. ഓക്കെ, അപ്പോൾ ഈ വൃത്താകൃതിയിലുള്ള മോഷൻ, സർക്കുലർ പാത്തിലുള്ള മോഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഈ ഫോഴ്സിനെയാണ് ഈ ഫോഴ്സിനെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, ഈ ഫോഴ്സ് നമ്മുടെ കാറിൻ്റെ വേഗത കുറയ്ക്കില്ല, കാറിനെ പിടിച്ചു നിർത്തില്ല. ഈ ബലം കാരണം കാറിൻ്റെ ചലനത്തിൽ ഒന്നും സംഭവിക്കില്ല. ഈ ബലം ആകെ ചെയ്യുന്നത് നമ്മുടെ കാറിനെ വൃത്താകൃതിയിലുള്ള സർക്കുലർ മോഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക മാത്രമാണ്. അപ്പോൾ ദിസ് ഫോഴ്സ്, ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആവട്ടെ, അതൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആ വസ്തുവിനെ സർക്കുലർ പാത്തിലുള്ള മോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫോഴ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇനി നമുക്ക് കാറിലുള്ള നമ്മുടെ ഫ്രണ്ട് വട്ടത്തിൽ നമുക്ക് ചുറ്റും അവൻ പോവാണ്. അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വട്ടത്തിൽ സർക്കുലർ ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക, മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് അയാൾക്കുള്ളത് അല്ലേ. അയാൾ നമ്മളെ നിരീക്ഷിക്കുമ്പോഴും നമ്മൾ റെസ്റ്റിലാണ് എന്നാണ് അയാൾ കാണുന്നത്. അല്ലെ, ഞാൻ മിണ്ടാതിരുന്ന് അവനെ നോക്കുകയാണെന്നാണ് അവന് കാറിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നണമെങ്കിൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു ഇമാജിനറി ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് എന്നെ റെസ്റ്റിലായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ വെറുതെ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. മനസ്സിലല്ലേ? തേർഡ് ലോ അനുസരിച്ച് വാട്ട് എവർ ബി ദ ഫോഴ്സ് ഗിവൺ ഹിയർ, F1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് F-F1 ഇങ്ങോട്ട് കൊടുക്കും ടു മെയിൻറ്റെയിൻ ദ കണ്ടീഷൻ. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇമാജിനറി ഫോഴ്സ് അവേ ഫ്രം ദ സെൻറ്റർ, അതേ ഡയറക്ഷനിലാണ് ഞാൻ ഈ വരച്ചത്, നോക്കണ്ട, ഇവിടെ നോക്കൂ, അതേ ഡയറക്ഷനിൽ തിരിച്ച് ഒരു ഇമാജിനറി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, വിച്ച് ആക്ട്സ് അവേ ഫ്രം ദ സെൻറ്റർ. അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിനെ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഒരു സ്യൂഡോ അല്ലെങ്കിൽ ഫിക്ഷിയസ് ആയിട്ടുള്ള ഒരു ഇമാജിനറി ഫോഴ്സ് മാത്രമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നത് മനസ്സിലാക്കുക. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു സ്യൂഡോ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു ഫിക്ഷിയസ് ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ഫോഴ്സ് ജസ്റ്റ് ഗിവൺ ടു ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ടു satisfy the Newton's third law. ഇത് കോൺസെപ്ച്വലി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടുവേർഡ്സ് ദ സെൻറ്റർ, എവേ ഫ്രം ദ സെൻറ്റർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് എന്താണെന്നുള്ളത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ, ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, ചിലപ്പോൾ ഫ്രിക്ഷൻ വരും അല്ലെ, എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫോഴ്സുകളുടെ ഒരു കൂടിച്ചേരലാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ചില കേസിൽ ഗ്രാവിറ്റി മാത്രമായിരിക്കും, ചില കേസിൽ ഗ്രാവിറ്റിയും വരും, ഫ്രിക്ഷനും വരും. അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷനാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും തമ്മിലുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രിപിറ്റൽ CP എന്നും സെൻട്രിഫ്യൂഗൽ CF എന്നും ഇടാം. ഇവർ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. Okay, so equal in magnitude and opposite in direction. So centrifugal force is a force which is introduced to balance the Newton's third law of motion to the centripetal force. Okay, centripetal forceലേക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു ഇമാജിനറി സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അവേ ഫ്രം ദ സെൻറ്റർ ആയിട്ടുള്ള നമ്മുടെ ആൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് സെൻട്രിപിറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങളാകെ കൂടി പഠിച്ചു വെക്കേണ്ടത് കോൺസെപ്ച്വലി എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പഠിച്ചു വെക്കുക. സെൻട്രിഫ്യൂഗൽ
സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ ആ സർക്കുലാർ പൊസിഷനിൽ ഉള്ള പാത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി കൊടുക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതേപോലെ എന്തെങ്കിലും കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഹാവ് എ വെരി ഗുഡ് ഡേ.